ഇന്നൊരു സുപ്രധാന ദിവസമാണ്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലേറിയിട്ട് ഇന്നേക്ക് ഒരു വർഷം. സഖ്യകക്ഷി സർക്കാരാണെങ്കിലും ദേശീയതയിൽ വിട്ടുവീഴ്ചയില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു കടന്നുപോയ ഒരു വർഷം. വഖഫ് ഭേദഗതി നിയമം, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി ശക്തമായ നീക്കങ്ങൾ എൻഡിഎ സർക്കാരിൽ നിന്നുണ്ടായി. ആദായ നികുതി പരിധി 12 ലക്ഷമായി ഉയർത്തി. 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ തുടങ്ങി ജനകീയ പ്രഖ്യാപനങ്ങളും ഈ സർക്കാരിന്റെ കാലത്തുണ്ടായി. വാർഷികത്തോടനുബന്ധിച്ച് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഇന്ന് ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണും. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, പിഴവുകളൊന്നുമില്ലാത്ത ഒരു വർഷമാണ് കടന്നുപോയിരിക്കുന്നത്. മാത്രമല്ല, ദേശീയതയിലൂന്നിയുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും അങ്ങേയറ്റം രാജ്യത്തെ ജനങ്ങളെ ഒന്നിച്ചു ചേർത്ത് നിർത്താൻ കഴിഞ്ഞ ഒരു വർഷം, രാജ്യത്തിന് പുറത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്താൻ കഴിഞ്ഞ ഒരു വർഷം, സാമ്പത്തികമായി ഏറെ മുന്നേറാൻ കഴിഞ്ഞൊരു വർഷം. അങ്ങനെ പറഞ്ഞു വയ്ക്കാനാണെങ്കിൽ നേട്ടങ്ങൾ ഏറെയുണ്ട്. ഇന്ന് എങ്ങനെയാണത് ആഘോഷം? വീണ, കഴിഞ്ഞ വർഷം ഈ ദിവസമാണ് 72 അംഗ മന്ത്രിസഭ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും ഭരണത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ തവണ അധികാരത്തിലേറിയ ഘട്ടത്തിൽ നമുക്കറിയാം, ഒന്നാം മോദി സർക്കാരിനും രണ്ടാം മോദി സർക്കാരിൻ്റെയും കാലഘട്ടം എന്ന് പറയുന്നത് BJPക്ക് ഒറ്റയ്ക്ക് ദേശീയ തലത്തിൽ കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ 282 സീറ്റുകൾ BJP ഒറ്റയ്ക്ക് നേടിയിരുന്നു. അതിനുശേഷം പിന്നീട് 2019 അത് 303 ഉയർന്നിരുന്നു. ഈ രണ്ട് തവണയും BJP മുൻപൊരിക്കലുമില്ലാത്ത വിധം, അതായത് പല രാഷ്ട്രീയ നിരീക്ഷകരും ഈ 987 ശേഷം നിരീക്ഷിച്ചിരുന്നത് ഇനി ഒരിക്കലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്നാണ്. പക്ഷേ അത്തരം പ്രവചനങ്ങളെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ടാണ് BJP നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2014-ലും 2019-ലും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലേറിയത്. എന്നാൽ 2024 എത്തുമ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എന്നതൊരു വസ്തുതയാണ്. പക്ഷേ എങ്കിൽ പോലും തുടർച്ചയായ മൂന്നാം തവണയും BJPക്ക് ഭരണം കിട്ടുന്നുണ്ട്. BJP ഒറ്റയ്ക്ക് 240 എന്ന ഒരു വലിയ നമ്പറിലേക്ക് എത്തി. ഇവിടെ ഇന്ത്യ സഖ്യം എന്ന നിലയിൽ മുഴുവൻ പാർട്ടികളും ഒരുമിച്ച് നിന്നിട്ട് പോലും തുടർച്ചയായ മൂന്നാം തവണയും ഒരു സർക്കാരിന് ഈ നിലയിൽ ഭരണത്തിലേക്ക് കയറാൻ സാധിച്ചു. പക്ഷേ നേരിയ സീറ്റുകളുടെ കുറവുണ്ടായി. അതിനാൽ തന്നെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായില്ല. അന്ന് ഈ ഇന്ത്യ സഖ്യവും അതല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ പറഞ്ഞൊരു കാര്യം, ആദ്യത്തെ 2 സർക്കാരുകൾ പോലെ ആയിരിക്കില്ല. കാരണം സഖ്യകക്ഷി സർക്കാർ എന്ന് പറയുമ്പോൾ പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും. BJPയുടെയോ അതല്ലെങ്കിൽ സംഘപരിവാറിൻ്റെയോ ഒന്നും അജണ്ടകളിലും നടപ്പാക്കാൻ കഴിയില്ല. ദേശീയതയിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട സമീപനങ്ങളൊക്കെ ഇനിയും ഈ സർക്കാരിന് ഉണ്ടാകും എന്ന വലിയ കൊട്ടിഘോഷം ആ സമയത്ത് നമ്മൾ കേട്ടതാണ്. അതായത് ഈ സഖ്യകക്ഷികളോട്, പ്രത്യേകിച്ച് ബീഹാറിലെ നിതീഷ് കുമാറിനോടും ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിനോടുമൊക്കെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടി വരിക എന്ന വലിയ വിമർശനങ്ങൾ ആ സമയത്തുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു വർഷം കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം വിമർശകരുടെ അടപ്പിച്ചിരിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും നീക്കങ്ങളും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതായത് 1ഉം 2ഉം നരേന്ദ്രമോദി സർക്കാർ എങ്ങനെയായിരുന്നു അതേ നിലയിൽ തന്നെ, അല്ലെങ്കിൽ അതിലും കൂടി ഒരു പടി കടന്ന് ദേശീയ വിഷയങ്ങളിൽ അത്രത്തോളം ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു NDA സർക്കാരിനെ നമ്മൾ ദേശീയ തലത്തിൽ കഴിഞ്ഞ ഒരു വർഷം കണ്ടിരിക്കുന്നു. അതിൻ്റെ ഓരോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. അതിലേറ്റവും അവസാനത്തേതാണ് ഓപ്പറേഷൻ സിന്ദൂർ. ശത്രു രാജ്യത്തിന് ശക്തമായ താക്കീത് നൽകിക്കൊണ്ടുള്ള വലിയ തിരിച്ചടി നമ്മൾ അതിർത്തിയിൽ ഉൾപ്പെടെ നൽകുന്നു. അതായത് രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ആരെങ്കിലും വെല്ലുവിളിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് കനത്ത പ്രഹരമുണ്ടാകും, അല്ലെങ്കിൽ കനത്ത തിരിച്ചടിയാകും ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ വളരെ വിജയകരമായി നടത്തിയത്. പിന്നീട് അതിനെപ്പറ്റി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പോയി വിശദീകരിക്കുന്നു. അത്തരത്തിൽ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലുമെല്ലാം കൃത്യമായി എങ്ങനെയാണ് ഒരു ശത്രുവിനെ നേരിടേണ്ടത് എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമായി ഓപ്പറേഷൻ സിന്ദൂർ മാറുകയാണ്. മാത്രമല്ല, തഹാവൂർ റാണയെ പോലെയുള്ള കൊടും കുറ്റവാളികളെ, പ്രത്യേകിച്ച് UPA സർക്കാരിൻ്റെ കാലത്ത് നടന്ന 2008 മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ, അന്ന് മുതൽ തന്നെ തഹാവൂർ റാണയെ വിട്ടുകിട്ടണം എന്നൊക്കെ ഭാരതം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നുവെങ്കിലും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിക്കുവാനും അയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ തന്നെ അത് സുപ്രധാനമായി എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് പാകിസ്ഥാനിലെ ഈ ഭീകര കേന്ദ്രങ്ങളെന്ന് നമ്മുടെ സൈന്യത്തിന് ചാർട്ട് ചെയ്യുവാൻ, അത് സ്കെച്ച് ചെയ്യുവാൻ
ഇയാളെ ചോദ്യം ചെയ്യുന്നതിൽ സഹായകരമായി എന്നതാണ് നമുക്ക് NIA-യുടെ ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ദേശീയതയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തു. നമുക്കറിയാം ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു വലിയ ഭീഷണിയായിരുന്നു വഖഫ് എന്ന് പറയുന്നത്. ഏതാണ്ട് 95 കാലത്ത് കോൺഗ്രസിൻ്റെ സർക്കാരുകൾ ചെയ്തു കൊടുത്ത, പിന്നീട് 2013 ചില അമെൻമെൻറ്റിലൂടെ വഖഫിന് അമിതാധികാരം നൽകിക്കൊണ്ട് രാജ്യത്തെ ഏത് ഭൂമിക്ക് മുകളിലും വഖഫിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നീക്കുപോക്കുകൾ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായി. അതേ തുടർന്ന് വഖഫ് അത് വ്യാപകമായി ദുരുപയോഗം ചെയ്തതിനെ കൃത്യമായി തടയിട്ടുകൊണ്ട് വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവരാൻ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന് NDA സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ്. മുസ്ലിം വോട്ടുകൾ കൈകാര്യം ചെയ്യുന്ന TDPയും ബീഹാറിലെ നിതീഷ് കുമാറും ഉൾപ്പെടെ വഖഫ് ബില്ലിനെ പിന്തുണച്ചു എന്നതും പ്രതിപക്ഷത്തിൻ്റെ നാവടപ്പിക്കുന്നതായിരുന്നു. അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറത്തുള്ള ഒരു വലിയ സ്ട്രാറ്റജിയായി NDAയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് ദേശീയതയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ എടുത്ത തീരുമാനങ്ങളാണ്. ഇത് കൂടാതെ മറ്റ് വിഷയങ്ങൾ വികസന കാഴ്ചപ്പാടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദായ നികുതി പരിധി എന്നത് 12 ലക്ഷമായി ഉയർത്തുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസം പകരുന്നൊരു പ്രഖ്യാപനമാണ്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റ് ഈ വർഷം ആദ്യം ഫെബ്രുവരി മാസത്തിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആദായ നികുതി പരിധി 12 ലക്ഷമായി ഉയർത്തിക്കൊണ്ടുള്ളൊരു വലിയ പ്രഖ്യാപനം. മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനം ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാനമായ പ്രഖ്യാപനം എന്നത് 70 വയസ്സ് കഴിഞ്ഞവർക്ക്, അതായത് പ്രായമായവർക്ക്, 70 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം സൗജന്യ ചികിത്സ നൽകിക്കൊണ്ട് ആയുഷ്മാൻ ഭാരതിൻ്റെ പരിധിയിലേക്ക് മുഴുവൻ 70-ന് മുകളിൽ പ്രായമുള്ളവരെയും ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ മറ്റു പല വിദേശ രാജ്യങ്ങളൊക്കെ നമുക്കറിയാം സൗജന്യ ചികിത്സ പ്രായമുള്ളവർക്ക് നൽകുന്നുണ്ടെങ്കിലും ആ രാജ്യത്തെയൊക്കെ ജനസംഖ്യ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കാനഡ പോലുള്ള രാജ്യങ്ങളൊക്കെ സൗജന്യ ചികിത്സ പ്രായമായ സിറ്റിസൺസിന് നൽകുന്നു എന്നത് വലിയ കാര്യമായി നമ്മുടെ നാട്ടിൽ പലരും പറഞ്ഞു നടക്കാറുണ്ടെങ്കിലും അവിടുത്തെ ജനസംഖ്യ കേവലം 6 കോടി എന്നതാണ്. അതായത് നമ്മുടെ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിലുള്ളത്രയും ജനങ്ങൾ മാത്രമേ ഇത്തരം രാജ്യങ്ങളിലുള്ളൂ. പക്ഷേ ഭാരതം എന്ന് പറയുന്നത് 142 കോടി ജനങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേഷൻ കൂടിയ രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മുടെ സർക്കാർ 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളെയും ആയുഷ്മാൻ ഭാരതിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് അവർക്ക് സൗജന്യ ചികിത്സ എന്ന വലിയ പ്രഖ്യാപനമുണ്ടായത്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം സുപ്രധാനമാണ്. അത് വികസിത ഭാരത് എന്ന സങ്കല്പത്തിന് വേണ്ടിയുള്ള പുതിയ ചുവടുവെപ്പുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒപ്പം ദേശീയതയിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിലും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ല. അത് NDA സർക്കാരാണെങ്കിലും മോദി ഒറ്റയ്ക്ക് ഭരിക്കുന്ന സർക്കാരാണെങ്കിലും ഞങ്ങളുടെ നയം ഇതാണ് എന്ന് കൃത്യമായി അടിവരയിട്ട് ശത്രുവിനെ ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും നീക്കങ്ങളും ഈ സർക്കാരിൻ്റെ കാലത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. വീണ, അതേസമയം ഇന്ന് JP നദ്ദ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഗൗതം, ഒപ്പം ഏത് തരത്തിൽ ആഘോഷിക്കാൻ, ഇതൊരു ചെറിയ ആഘോഷമല്ലാത്തത് കൊണ്ട് തന്നെ ഏത് തരത്തിൽ ആഘോഷിക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്ന് മാത്രമല്ല ഓരോ വാർഷികത്തിനും നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ പ്രഖ്യാപനങ്ങൾ കൂടിയുണ്ട്. അത് തീർച്ചയായും ഓരോ വർഷവും മോദി സർക്കാർ ഉറപ്പു നൽകുന്ന കാര്യങ്ങൾ കൂടിയാണ്. എങ്ങനെ രാജ്യത്തെ ജനങ്ങളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കും ഈ വരുന്ന ഒരു വർഷം കൂടി എന്നതും നോക്കിയിരിക്കുന്ന കാര്യമാണ്. ആഘോഷങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? വീണ, ഓരോ സംസ്ഥാനങ്ങളിലും ഈ ഒരു വർഷക്കാലത്തെ NDA സർക്കാരിൻ്റെ സുപ്രധാനമായ നീക്കങ്ങൾ, അതായത് പ്രധാനപ്പെട്ട പദ്ധതികൾ, ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ, അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂരും വഖഫ് ഭേദഗതി നിയമവും ഉൾപ്പെടെയുള്ള ദേശീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രഖ്യാപനങ്ങളും പ്രചരണ വിഷയമാക്കി BJP മാറ്റുന്നുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ പരിപാടികൾ നടത്തുക എന്നതാണ് ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്നത്. ഒപ്പം ഇന്നിപ്പോൾ BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡ ഡൽഹിയിൽ 12 മണിക്ക് മാധ്യമങ്ങളെ കാണും. BJPയുടെ കേന്ദ്ര കാര്യാലയമായ ദീൻദയാൽ മാർഗിലെ പാർട്ടി ആസ്ഥാനത്താണ് BJP അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ രാജ്യതലസ്ഥാനത്ത് മാധ്യമങ്ങളോട് വിശദീകരിക്കുക തന്നെയാണ് BJP അധ്യക്ഷൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം NDAയും ഇതൊരു ആഘോഷമാക്കി മാറ്റുന്നുണ്ട്. ഏതാണ്ട് 2 ആഴ്ച മുമ്പ് NDA മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു. NDA നേതാക്കളും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്നത് തന്നെ വളരെ വിജയകരമായി NDA സർക്കാരിൻ്റെ ഒരു വർഷക്കാലം എന്നുള്ളതാണ്. കാരണം അതാണ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഈ സർക്കാർ അധികാരത്തിലേറുന്ന ഘട്ടത്തിൽ പലരും പറഞ്ഞിരുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിലെയുമൊക്കെ ഉള്ള പല രാഷ്ട്രീയ കക്ഷികളും പറഞ്ഞത് ഇതൊരു അവിയൽ പരുവത്തിലുള്ള സർക്കാരാകുമെന്നുള്ളതാണ്. അതായത് BJPക്ക് അവരുടെ പ്രഖ്യാപിതമായ നയങ്ങൾ നടപ്പാക്കാൻ കഴിയില്ലെന്നും അല്ലെങ്കിൽ ദേശീയതയുമായി ബന്ധപ്പെട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ മുൻപത്തെ
2 ടേമിലുമുള്ളത്രയും തീവ്രമായ നടപടികൾ ഉണ്ടാകത്തില്ലെന്നുള്ള വലിയ പ്രചരണം പ്രതിപക്ഷ പാർട്ടികളും ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ നടത്തിയിരുന്നു. പക്ഷേ ഒരു വർഷം കടന്നു പോകുമ്പോഴേക്കും NDA സർക്കാർ മികച്ച രീതിയിൽ അതിൽ ഒരു തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതെ ഒരു വർഷക്കാലം മുന്നോട്ട് പോയി എന്ന് പറയുന്നത് സഖ്യ സർക്കാരിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നരേന്ദ്രമോദി സർക്കാർ ഒരു പാഠമായി മുന്നിൽ നിൽക്കുകയാണ്. കാരണം പലപ്പോഴും സഖ്യ സർക്കാരുകൾ വരുമ്പോൾ അത് ദേശീയ തലത്തിൽ മാത്രമല്ല സംസ്ഥാനത്താണെങ്കിൽ പോലും നമുക്കറിയാം ഈ വിവിധ പാർട്ടികൾ ചേർന്നുകൊണ്ട് സർക്കാർ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിൽ അഭിപ്രായ ഭിന്നതകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം പല പാർട്ടികൾക്ക് പല നിലപാടുകൾ ഉണ്ടാകും, വിവിധ വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. അങ്ങനെ പൊട്ടിത്തെറികളും രാജിയും ഒക്കെയായി വലിയ പ്രതിസന്ധികൾ സ്വാഭാവികമായും രൂപപ്പെടുന്നതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ 947 മുതൽ ഇതിൽ കണ്ടുവരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഘടകകക്ഷിക്കും സർക്കാർ എടുക്കുന്ന നിലപാടിൽ വ്യത്യസ്ത അഭിപ്രായമോ അല്ലെങ്കിൽ സർക്കാരിനോട് ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രതിഷേധമോ ഉണ്ടാകുന്നില്ല. അത്തരത്തിലുള്ള പൊട്ടിത്തെറികളുടെ വാർത്ത പോലും ഇല്ലാതെ അതൊരു പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ സംഭവമാണ്. ഒരു സഖ്യ സർക്കാരിനെയും എങ്ങനെയാണ് വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എല്ലാവരെയും എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യേണ്ടത് എന്നത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒരു പാഠമായി കൂടി ഈ NDA സർക്കാരിൻ്റെ കടന്നു പോകുന്ന ഒരു വർഷം മാറുന്നു എന്നുള്ളതാണ്. അതിനാൽ ഇതെല്ലാം കൃത്യമായ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ നേട്ടങ്ങൾ ബ്രീഫ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്നിപ്പോൾ BJP ദേശീയ അധ്യക്ഷൻ 12 മണിക്ക് ദീൻദയാൽ മാർഗിലെ പാർട്ടി ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം, അത് കാത്തിരിക്കുന്നു.